എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് 100 വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ചത് സുരേന്ദ്രൻ നായർ. സുരേന്ദ്രൻ നായർക്കാണ് ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത അംഗീകാരമായ രാജാ രവിവർമ്മ പുരസ്കാരം 2024 ലഭിച്ചത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ചേസർ, ടാർജറ്റ്, SDX-01 എന്നും അറിയപ്പെടുന്ന ചേസർ, SDX-02 എന്നും അറിയപ്പെടുന്ന ടാർജറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് സ്പാഡെക്സിൻ്റെ ഭാഗമായി ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത് MK സാനു. MK സാനുവാണ് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. വിജയ് കിഷോർ രഹത്കറാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസ് തലവൻ യഹ്യ സിൻവർ. യഹ്യ സിൻവറാണ് ഇസ്രായേൽ സൈന്യം വധിച്ച ഹമാസ് തലവൻ. സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് P. വിജയൻ. P. വിജയനാണ് സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്. മൊറോക്കയിലെ റബാത്താണ് 2026 ലോക പുസ്തക തലസ്ഥാനം. 2025 ലോക പുസ്തക തലസ്ഥാനമായിരുന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ. പ്രശസ്ത ലെറ്റർ ബോക്സ്ഡ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാളം സിനിമ ഏതാണ്? ഭ്രമയുഗം. ഭ്രമയുഗമാണ് പ്രശസ്ത ലെറ്റർ ബോക്സ്ഡ് വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ച 2024 പുറത്തിറങ്ങിയ ലോകത്തിലെ ഏറ്റവും മികച്ച 25 ഹൊറർ ചിത്രങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനം നേടിയ മലയാള സിനിമ. 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലാണ് 2024 വയലാർ അവാർഡിന് അർഹനായത്. UAE വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡാണ് 2024 UAE വെച്ച് നടന്ന ആദ്യ വനിതാ 2020 ലോകകപ്പ് നേടിയത്. ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം റിഥം. റിഥമാണ് ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം. ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യ ലൈസൻസ് ലഭിച്ചത് വൺവെബ്. വൺവെബിനാണ് ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാനുള്ള രാജ്യത്തെ ആദ്യത്തെ ലൈസൻസ് ലഭിച്ചത്. 16ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായിരുന്നത് കസാൻ. റഷ്യയിലെ കസാനായിരുന്നു 2024 ബ്രിക്സ് ഉച്ചകോടി വേദിയായിരുന്നത്. 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാൻ. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി വേദിയായിരുന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ദീപിക കുമാരി. ദീപിക കുമാരിയാണ് 2024 ലോകകപ്പ് അമ്പെയ്ത്തിൽ വനിതകളുടെ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത് പുല്ലമ്പാറ. തിരുവനന്തപുരത്തെ പുല്ലമ്പാറ പഞ്ചായത്തിനാണ് മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ ജല അവാർഡ് ലഭിച്ചത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ. സഞ്ജു സാംസണാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. 2024
അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ? അലിസ്റ്റർ കുക്ക്, AB ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ്. അലിസ്റ്റർ കുക്കും AB ഡിവിലിയേഴ്സ്, നീതു ഡേവിഡ് എന്നിവരാണ് 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടവർ. അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത? ആശാലത ദേവി. ആശാലത ദേവിയാണ് അന്താരാഷ്ട്ര വനിതാ ഫുട്ബോളിൽ 100 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിത. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ്? വകുപ്പ് 6A. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 6A. 2024 ഫെമിന മിസ് ഇന്ത്യയിൽ കിരീടം നേടിയത്? നികിത പോർവാൾ. നികിത പോർവാളാണ് 2024 ഫെമിന മിസ് ഇന്ത്യയിൽ കിരീടം നേടിയത്. US ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീടം സ്വന്തമാക്കിയത്? അരീന സബലെങ്കെ. അരീന സബലെങ്കയാണ് US ഓപ്പൺ വനിതാ സിംഗിൾസ് 2024 കിരീടം സ്വന്തമാക്കിയത്. നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതി? എൻ്റെ കൂട്. എൻ്റെ കൂട് പദ്ധതിയാണ് നഗരത്തിൽ രാത്രി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസമൊരുക്കുന്ന പദ്ധതി. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം? സഹജ. സഹജ എന്ന സംവിധാനമാണ് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. ലോകത്താദ്യമായി ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന ലിക്വിഡ് ബയോമീഥേൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം? ജപ്പാൻ. എഞ്ചിന് നൽകിയിരിക്കുന്ന പേര് കോസ്മോസ് എന്നാണ്. ലോകത്താദ്യമായി ചാണകത്തിൽ നിന്ന് ലഭിക്കുന്ന ലിക്വിഡ് ബയോമീഥേൻ LBM എന്ന ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ചത് ജപ്പാനാണ്. 2024 ത്രിരാഷ്ട്ര ഇന്ത്യൻ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഇന്ത്യയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായത്? സിറിയ. 2024 ത്രിരാഷ്ട്ര ഇന്ത്യൻ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ ഇന്ത്യയെ തോൽപ്പിച്ച് ചാമ്പ്യന്മാരായത് സിറിയയാണ്. രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആരംഭിച്ചത്? അഹമ്മദാബാദ് ടു ഭുജ്. അഹമ്മദാബാദ് ടു ഭുജ് റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ വന്ദേ മെട്രോ സർവീസ് ആരംഭിച്ചത്. 2024 സെപ്റ്റംബറിൽ വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം? പൊളാരിസ് ഡോൺ മിഷൻ. സ്പേസ് എക്സിൻ്റെ പൊളാരിസ് ഡോൺ മിഷനാണ് 2024 സെപ്റ്റംബറിൽ വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്ത ദൗത്യം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയാണ് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലാദ്യത്തെ സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ? പവനചിത്ര. പവനചിത്രയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലാദ്യത്തെ സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്റർ. ഗ്രാമീണ ഇന്ത്യയിൽ STEM സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതിന് 2024 രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത്? അനിൽ പ്രധാൻ. ഗ്രാമീണ ഇന്ത്യയിൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് STEMൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചതിന് 2024 രോഹിണി നയ്യാർ പ്രൈസ് ലഭിച്ചത് അനിൽ പ്രധാനാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം ഉന്നതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി? PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. സംസ്ഥാനത്ത് ആദ്യ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ച സ്ഥലം? കൊച്ചി. കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ആദ്യത്തെ സീപ്ലെയിൻ സർവീസിന് തുടക്കം കുറിച്ചത്. 2024 32ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത്? ഗോപി പുതുക്കോട്, ഷൈമജ ശിവറാം, നിസാർ ഇൽത്തുമിഷ്. ഗോപി പുതുക്കോട്,
ഷൈമജ ശിവറാം, നിസാർ ഇൽത്തുമിഷ് എന്നിവരാണ് 2024 32ാമത് SK പൊറ്റക്കാട് സാഹിത്യ അവാർഡിന് അർഹരായത്. ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ രൺധീർ സിംഗ്. രൺധീർ സിംഗ് ആണ് ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ: ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലോൺ, അമ്പെയ്ത്ത്. ഷൂട്ടിംഗ്, ഹോക്കി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഗുസ്തി, ടേബിൾ ടെന്നീസ്, സ്ക്വാഷ്, ട്രയാത്ലോൺ, അമ്പെയ്ത്ത് തുടങ്ങി 9 കായിക ഇനങ്ങളാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നും പുറത്തായ കായിക ഇനങ്ങൾ. ഏത് സംഘടനയാണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ SOWC 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, യൂണിസെഫ്. യൂണിസെഫ് ആണ് സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ SOWC 2024 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. ഇന്ത്യയിൽ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകുന്ന ഗൂഗിളിൻ്റെ AI സംവിധാനം എയർവ്യൂ പ്ലസ്. ഇന്ത്യയിൽ ഹൈപ്പർ ലോക്കൽ വായു ഗുണനിലവാര വിവരങ്ങൾ നൽകുന്ന ഗൂഗിളിൻ്റെ AI സംവിധാനമാണ് എയർവ്യൂ പ്ലസ്. 2024 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ഉപമന്യു ചാറ്റർജി. നോവൽ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ്. ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലിന് ഉപമന്യു ചാറ്റർജിക്കാണ് 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ടീച്ചർ ആപ്പ്. ടീച്ചർ ആപ്പാണ് ഇന്ത്യയിലെ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. 2024 ഫോർമുല 1 കാറോട്ടത്തിൽ ലോക ചാമ്പ്യനായത് മാക്സ് വെസ്റ്റപ്പൻ. മാക്സ് വെസ്റ്റപ്പനാണ് 2024 ഫോർമുല 1 കാറോട്ട മത്സരത്തിൽ ലോക ചാമ്പ്യനായത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷര മ്യൂസിയം. കോട്ടയത്തെ അക്ഷര മ്യൂസിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം. 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ ടോക്സിക്. സംവിധാനം സൗലെ ബ്ലിയുവൈറ്റ്. ടോക്സിക് ആണ് 2024 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ ലിത്വാനിയൻ സിനിമ. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യാൻ K-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതി കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്യിക്കാൻ K-ഫോൺ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കണക്റ്റിംഗ് ദ അൺകണക്റ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? ലേ, ലഡാക്ക്. ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രം എമർജൻസി. സംവിധാനം ചെയ്തത് കങ്കണ റണൌട്ട്. എമർജൻസിയാണ് 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുള്ള സംഭവങ്ങളും പ്രമേയമാക്കി ജനുവരി 17 പുറത്തിറങ്ങിയ ചലച്ചിത്രം. രാജ്യത്തെ ആദ്യത്തെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത് കൊല്ലത്താണ്. രാജ്യത്ത് ആദ്യമായി ആഴ്ചയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓൺലൈൻ കോടതി ആരംഭിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത് ഹരിണി അമരസൂര്യ. ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ജേതാക്കൾ ഇന്ത്യയാണ് 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി ജേതാക്കൾ. മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ചൈന. മൂലകോശ ചികിത്സയിലൂടെ ലോകത്താദ്യമായി ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തിയത് ചൈനയിലാണ്. ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ള വർഷം 2028. ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ISROയുടെ സ്വപ്ന പദ്ധതിയായ ശുക്രയാൻ 1 വിക്ഷേപിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത് 2028.
2024 അണ്ടർ-17 സാഫ് കപ്പ് ഫുട്ബോളിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് 2024 അണ്ടർ-17 സാഫ് കപ്പ് ഫുട്ബോളിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയത്. 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത് വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൺ. വിക്ടർ ആംബ്രോസും ഗാരി റൂക്കുണുമാണ് 2024 വൈദ്യശാസ്ത്ര നോബൽ നേടിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് ഹാൻലെ, ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത്. 2025 ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ IBSAയുടെ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത് കൊച്ചിയാണ് 2025 ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് ഫെഡറേഷൻ്റെ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്നത്. US-ന്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത് ബാൾഡ് ഈഗിൾ, വെള്ളത്തലയൻ കടൽപ്പരുന്ത്. ബാൾഡ് ഈഗിളിനെയാണ് US-ന്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത്. സൂചിയില്ലാ സിറിഞ്ച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം IIT ബോംബെയാണ് സൂചിയില്ലാ സിറിഞ്ച് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം. ഇന്ത്യയിൽ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ ഏതൊക്കെയാണ്? കെൻ ബെത്വ നദികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ നദീബന്ധന പദ്ധതിയിലൂടെ ബന്ധിപ്പിക്കപ്പെടുന്ന നദികൾ. യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നതിനായി രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായി നിർമ്മിച്ച ജെറ്റ് എഞ്ചിനായ കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDOയാണ് യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നതിനായി രൂപകൽപ്പന ചെയ്ത തദ്ദേശീയമായി നിർമ്മിച്ച ജെറ്റ് എഞ്ചിനായ കാവേരി എഞ്ചിൻ വികസിപ്പിച്ച സംഘടന. ഏത് വിദേശ ശക്തികൾക്കിടയിൽ സമാധാനം നിലനിർത്താനാണ് UN ഡിസ്എൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സ് UNDOF എന്ന ദൗത്യം സ്ഥാപിച്ചത്? ഇസ്രയേലും സിറിയയ്ക്കുമിടയിൽ സമാധാനം നിലനിർത്താനാണ് UN ഡിസ്എൻഗേജ്മെന്റ് ഒബ്സർവർ ഫോഴ്സ് UNDOF ദൗത്യം സ്ഥാപിച്ചത്. 2024 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത് കൊനേരു ഹംപിയാണ് 2024 ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം വിജയിയായത്. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി വിജ്ഞാന കേരളം പദ്ധതിയാണ്. വർഷം 5 ലക്ഷം പേർക്ക് തൊഴിലും 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനവും നൽകുന്ന കേരള നോളജ് ഇക്കോണമി മിഷന്റെ പദ്ധതി. 2024 കിങ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ ഇന്ത്യൻ കളിക്കാരൻ ലക്ഷ്യാസെന്നാണ് 2024 കിങ് കപ്പ് ഇന്റർനാഷണൽ ബാഡ്മിന്റണിൽ വെങ്കലം നേടിയ ഇന്ത്യൻ കളിക്കാരൻ. ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി സ്വാമിത്വ. ഗ്രാമീണ വസ്തു ഉടമകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയുടെ പേരാണ് സ്വാമിത്വ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായത് രവിചന്ദ്രൻ അശ്വിൻ. 1-ാം സ്ഥാനത്ത് അനിൽ കുംബ്ലെയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് അർഹനായത് രവിചന്ദ്രൻ അശ്വിനാണ്. ഇന്ത്യ മ്യാൻമർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. ഇന്ത്യ മ്യാൻമർ തമ്മിലുള്ള മൾട്ടി മോഡൽ ഗതാഗത പദ്ധതിയുടെ പേരാണ് കലദാൻ മൾട്ടി മോഡൽ പദ്ധതി. 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് പായൽ കപാഡിയയ്ക്കാണ് IFFK 2024 ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത് അബ്ദുള്ള അബൂബക്കർ. ട്രിപ്പിൾ ജമ്പ് താരമായ അബ്ദുള്ള അബൂബക്കറാണ് 2024 ജിമ്മി ജോർജ് പുരസ്കാരത്തിന് അർഹനായത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM ഉഷ, പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷ അഭിയാൻ. PM ഉഷ എന്ന പദ്ധതിയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത്
കലാമണ്ഡലം ഗോപിയാണ് മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത്. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം ഗാലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊൽക്കത്ത. ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം ഗാലറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊൽക്കത്തയിലാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷൻ. ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം. കെ അരവിന്ദാക്ഷനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. 2025 നടന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു 2025 നടന്ന പ്രഥമ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത്. വെസ്റ്റ് ഇൻഡീസ് മാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ഇന്ത്യ മാസ്റ്റേഴ്സ് ടീം ടൂർണമെന്റിലെ ചാമ്പ്യന്മാരായി. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനാണ് അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിനെ തുടർന്ന് 14 വർഷം തടവ് ലഭിച്ച മുൻ പാക് പ്രധാനമന്ത്രി. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത് VM ഗിരിജ. ബുദ്ധപൂർണിമ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. VM ഗിരിജയാണ് 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹയായത്. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റഡ് ഡിവൈസ് LVAD വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി ന്യൂഡൽഹി സൈനിക ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി ലെഫ്റ്റ് വെൻട്രിക്കുലാർ അസിസ്റ്റ് ഡിവൈസ് LVAD വെച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് ന്യൂഡൽഹി സൈനിക ആശുപത്രിയാണ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേര് കവചം. കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. കവചമാണ് കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം. ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറാ ജോസഫാണ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത്. ബംഗളൂരു ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സർല ഏവിയേഷൻ അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പറക്കുന്ന ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പിൻ്റെ പേര് ശൂന്യ. ബംഗളൂരു ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സർല ഏവിയേഷൻ അവതരിപ്പിച്ച ഇന്ത്യയിൽ ആദ്യത്തെ പറക്കുന്ന ടാക്സി പ്രോട്ടോടൈപ്പാണ് ശൂന്യ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ICCയുടെ എല്ലാ ടൂർണമെൻറ്റിലും ടീമിനെ ഫൈനലിൽ എത്തിച്ച ആദ്യത്തെ ക്യാപ്റ്റൻ. സംസ്ഥാനത്ത് ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലത്താണ് സംസ്ഥാനത്ത് ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് വോൾവോ ട്രക്സ് ആണ് ഇന്ത്യയിൽ ആദ്യത്തെ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത്. നിർനിമേഷമായി നിൽക്ക എന്ന നോവലിൻ്റെ രചയിതാവ് അനിൽ വള്ളത്തോൾ. നിർനിമേഷമായി നിൽക്ക എന്ന നോവൽ രചിച്ചത് അനിൽ വള്ളത്തോൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരൻ. കന്നഡ കൃതിയായ യാനത്തിൻ്റെ പരിഭാഷയ്ക്കാണ് പുരസ്കാരം. KV കുമാരനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര് ദിയ സലായി. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ദിയ സലായി. 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷാണ് 2025 ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ഓപ്പൺ വിഭാഗത്തിൽ കിരീടം നേടിയത്. കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത അഞ്ജു രതി റാണയാണ് കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിത. 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് 2025 അർഹയായത് ഡോക്ടർ എം ലീലാവതിയാണ് 2025 9ാമത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹയായത്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭം വൺ നേഷൻ വൺ പോർട്ട്. ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിലുടനീളമുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിനും
കാര്യക്ഷമമാക്കുന്നതിനുമായി ആരംഭിച്ച സംരംഭമാണ് വൺ നേഷൻ വൺ പോർട്ട്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത് പാണ്ഡെ. തുഹിൻ കാന്ത് പാണ്ഡെയാണ് സെബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ. ഇന്ത്യൻ നാവികസേനയുടെ ഏത് ഡീകമ്മീഷൻ ചെയ്ത കപ്പലിന് ചുറ്റുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം വികസിപ്പിക്കുന്നത്? INS ഗുൽദാർ. ഇന്ത്യൻ നാവികസേനയുടെ ഡീകമ്മീഷൻ ചെയ്ത കപ്പലായ INS ഗുൽദാറിന് ചുറ്റുമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം വികസിപ്പിക്കുന്നത്. 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭ. വിദർഭയാണ് 2024-25 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത് IIT മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്ന്. IIT മദ്രാസും ഇന്ത്യൻ റെയിൽവേയും ചേർന്നുമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്. തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമായ വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ വെങ്കടേശൻ. ജയശ്രീ വെങ്കടേശനാണ് തണ്ണീർത്തടങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള ആഗോള അംഗീകാരമായ വെറ്റ്ലാൻഡ് വൈസ് യൂസ് എന്ന റാംസർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി. സംസ്ഥാനത്ത് ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് സംസ്ഥാനത്ത് ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. KP സുധീരയാണ് 2025 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം വളർത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.